ഹലോ മക്കളെ, ഷാഡോ ബ്രോഡ്കാസ്റ്റിൻ്റെ ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും പുതിയ ക്ലാസ്സിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ മൂന്നാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈക്വൽ നൊട്ടേഷൻസ്, അതായത് ഓർഡേർഡ് പെയർസ് എങ്ങനെയാണ് ഈക്വൽ ആകുന്നത്, അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ഓർഡേർഡ് പെയർസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഞാൻ അതിന് മുന്നേ എങ്ങനെയാണ് ഒരു ഓർഡേർഡ് പെയർസ് ഈക്വൽ ആകുന്നത് എന്ന് പറഞ്ഞുതരാം. എൻ്റെ കയ്യിലൊരു ഓർഡേർഡ് പെയർ XY ഉണ്ട്, മറ്റൊരു ഓർഡേർഡ് പെയർ XY ഉണ്ട്. മക്കളെ, ഇത് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് എലമെന്റ്, ഈ രണ്ട് ഓർഡേർഡ് പെയർസിന്റെയും ഫസ്റ്റ് എലമെന്റും ആ സെക്കൻഡിലുള്ള ഈ എലമെന്റും ഈക്വൽ ആകണം. അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂ? ദേ ആർ ഈക്വൽ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കിയേ, 1 1 ഈസ് ഈക്വൽ ടു 1 1. പക്ഷെ ഒരിക്കലും ഈ 1 1 എന്നുള്ള സാധനം എന്തല്ല, 2 2 എന്ന ഓർഡേർഡ് പെയറിന് ഈക്വൽ ആയിരിക്കില്ല. അത് ശരിയാണല്ലോ, ശരിയാണേ, ആണ്. അപ്പം അതിനകത്ത് തർക്കമില്ലല്ലോ, തർക്കമില്ല. ഇനി നോക്കിക്കോ മക്കളെ, അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളിൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇഫ് x+1 and y minus 2 is equal to 3 1, you need to find the value of x and y. എക്സും വൈയും എങ്ങനെ വരും? കാണുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ, സെറ്റാണ്, അടിപൊളിയാണ്. നോക്കിക്കോ മക്കളെ, ഇവിടെ ഇത്രേ നോക്കാനുള്ളൂ. എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? x+1 ഓർഡേർഡ് പെയർ x+1 and y minus 2 which is equal to കൊടുത്തിട്ടുണ്ട് 3 1 എന്നുള്ളത്. നൈസാണ്, എളുപ്പമാണ്, അല്ലേ? കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, തൊട്ട് മുന്നേ ഒരു സാധനം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു. എന്ത്? അതേ ഫസ്റ്റത്തെ എലമെന്റ് രണ്ടിന്റെയും ഈക്വൽ ആണ്, രണ്ടാമത്തെ എലമെന്റുകളും ഈക്വൽ ആണ്. ഈ സാധനം എന്ത് ചെയ്യുക? ഇവിടെ അങ്ങോട്ട് അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും എന്ത് ഇല്ല ഇവിടെ നമുക്ക് ചെയ്യാനില്ല. വേറെ ഒന്നും നമുക്ക് ഇവിടെ ചെയ്യാനില്ല. നീ നോക്കിയേ, അറിയാമെങ്കിൽ പിന്നെ പറഞ്ഞുതരാം. x+1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ എടുക്കണ്ടേ? 3 എടുക്കണോ 1 എടുക്കണോ? നിങ്ങൾ പറയും. യെസ്, x+1 ഇവിടുത്തെ ഫസ്റ്റത്തെ എലമെന്റ്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് 3. അപ്പൊ x+1 3 ആണെങ്കിൽ കഴിഞ്ഞു. ഇപ്പൊ തന്നെ നിങ്ങൾ ആൻസർ പറയും. ദാറ്റ് ഈസ് x is equal to ഈ +1 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്താകും? +1 -1 ആകും. 3 - 1. സോ x is equal to 3 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ of course the value is 2. x ന്റെ വാല്യൂ 2 ആണ്. ഇത്രേ ഉള്ളൂ. x - 2 ഇതേപോലെ കാണുക. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് y - 2 വരിക എന്നുള്ളത്. y - 2 is equal to, ഞാൻ ആകെ ഒരു 1 അവിടെ ഉള്ളൂ, സങ്കടപ്പെടുത്തണ്ട, എടുത്തെഴുതുക. സോ y is equal to -2 എന്നുള്ളത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകും? 1 + 2 ആകും. നിങ്ങൾ മുൻപ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും? പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ സാധനം വരുന്നത്. സോ 1 + 2, y is equal to 1 + 2, y is equal to 1 + 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. കഴിഞ്ഞു. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 2 കിട്ടി. വൈന്റെ വാല്യൂ എന്ത് കിട്ടി? 3 കിട്ടി. സോ ദ വാല്യൂ ഓഫ് x ആൻഡ് y is equal to 2,3. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. നൈസ് അല്ലേ? എളുപ്പമല്ലേ? യെസ്. ഇതും നമുക്ക് എന്താ ചോദിക്കാനുള്ളൊരു, സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇത്രേ ഉള്ളൂ. സംഗതി എളുപ്പമാണല്ലോ? എളുപ്പമാണ്. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഇത് പെട്ടെന്ന് ഇത് മനസ്സിലാവാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി എളുപ്പത്തിൽ ഞാൻ എന്ത് ചെയ്യാം ഒന്ന് പറഞ്ഞു പോകാം. ഇവിടെ നോക്കിക്കോളൂ. x - 1/3, 1 - 2/3 is equal to 1/3, 2. You need to find the value of x and y. ഇതെങ്ങനെ കാണും? ഇതിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കാണും എന്നുള്ള, ഈ എക്സിന്റെയും ഈ വൈന്റെയും വാല്യൂ നമ്മൾ എങ്ങനെയാണ് കാണുക? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പോൾ ഫ്രാക്ഷൻ ഒക്കെ ആയതുകൊണ്ട് ചെറിയ എന്താ പറയാ, ഇതെങ്ങനെ ചെയ്യാന്നൊക്കെ ഇങ്ങനെ തല ചൊറിയുന്നുണ്ടാവാം. ബട്ട് ഇറ്റ് ഡസന്റ് ഹാപ്പൻ, ഇറ്റ് ഡസന്റ് മീൻ ഇറ്റ്. വളരെ എളുപ്പമാണ് മക്കളെ, വളരെ എളുപ്പമാണ് ഇത് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം.
ഇത്രേ ഉള്ളൂ. ഞാനിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, ഇതായി എക്സ് മൈനസ് 1/3 എക്സ് മൈനസ് 1/3 എന്നുള്ളതും ഈ 1/3 തമ്മിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. സാധാരണ ചെയ്യുന്ന പോലെ സിമ്പിൾ. എക്സ് മൈനസ് 1/3 വിച്ച് ഇസ് ഈക്വൽ ടു 1/3. അങ്ങനെയാണെങ്കിൽ ഈ -1/3 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ +1/3 അങ്ങനെയാണോ വരിക? അങ്ങനെയല്ലേ വരിക? യെസ് ഓഫ് കോഴ്സ്. അങ്ങനെ തന്നെ എന്ത് ചെയ്യാൻ പാടൂ, വരികയുള്ളൂ. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു ദേ ഈ 1/3 പ്ലസ് ഈ 1/3 കേട്ടോ, +1/3 അങ്ങനെയല്ലേ വരിക? അതെ, ഞാൻ തൊട്ട് മുന്നേ എന്താ പറഞ്ഞേ, ഇത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് എന്ന് പറഞ്ഞത് നമ്മൾ സൈൻ എപ്പോഴും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ, ശ്രദ്ധിച്ചാൽ മതി. അപ്പം 1/3 + 1/3 എത്ര 1/3 ഉണ്ട്? അതെ, 2 1/3 ഉണ്ട്. ദാറ്റ് ഈസ് 2/3. അതായത് ഒരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ ചെയ്യാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, ഇതേ ഈ മേലെയുള്ള ന്യൂമറേറ്റേഴ്സ് തമ്മിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ആഡ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ചെയ്താൽ മതി. പിന്നെ ഇൻറ്റു ചെയ്യുമ്പോൾ സീനില്ല. ദാറ്റ് ഈസ് ഇൻറ്റു ആണെങ്കിൽ എന്ത് ചെയ്യുക, നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യമില്ല കേട്ടോ. സെറ്റ് അല്ലേ? അടിപൊളിയല്ലേ? നൈസ് അല്ലേ? ഓക്കെ മക്കളെ, അപ്പം ഈ കാര്യം എക്സിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എക്സ് മാത്രം കിട്ടിയാൽ മതിയോ? പോരാ, നമുക്ക് എന്ത് വേണം, വൈ കൂടി വേണം. y - 2/3 ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. y - 2/3 ഈസ് ഈക്വൽ ടു എത്രയാണ്? ദേ ഇവിടെ ഉണ്ട്, 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇനി എന്ത് വേണം, y വേണം. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു ഈ -2/3 അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. യെസ്, ശരിക്കും ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ള സാധനമല്ല, നമ്മൾ എന്ത് ചെയ്യും, +2/3 ചെയ്യാണ്. അപ്പോൾ ഇവിടുത്തെ എന്ത് ചെയ്യും, ഇതും അതും കട്ടായി പോയിട്ട് അവിടെ 2/3 വരും. അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത് കേട്ടോ. അപ്പം y ഈസ് ഈക്വൽ ടു 2 + 2/3. ഇനി എങ്ങനെ ചെയ്യുന്നുള്ളതാ, ഇനിയിപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്ത്, ഫ്രാക്ഷൻസ് തമ്മിൽ അങ്ങോട്ട് ആഡ് ചെയ്യുക. അതായത് ഇവിടെ ഒരു 1 ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു, ചെയ്യാൻ ചിലവൊന്നുമില്ലല്ലോ. എന്നിട്ട് അതിൻ്റെ ബേസിസ് ഇനി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിനെ മറ്റേ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്രോസ് ചെയ്ത് കളിക്കാം. അല്ല ഇപ്പോൾ നിങ്ങൾക്ക് LCM മെത്തേഡിൽ ഇത് താഴെ 3 ആണ്. അപ്പം എന്ത് ചെയ്യാം, അപ്പം ഇവിടെ 3 ആക്കാൻ വേണ്ടി ഇവിടെ × 3 ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതെങ്ങനെയാണ് നമ്മൾ എന്നാലും പക്ഷെ ഒരു രസത്തിന് നമ്മളെപ്പോഴും എന്താണെന്നറിയോ, നമ്മൾക്കൊരു ശീലമുള്ളത് ക്രോസ് ചെയ്ത് കളിച്ചിട്ടാണ് അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നു. 2 × 3 വിച്ച് ഈസ് 2 × 3 അങ്ങനെ തന്നെ എഴുതാം. ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ഇതൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. 2 × 3 പ്ലസ് ഈ പ്ലസ് ഇട്ടാ ആ പ്ലസ് തന്നെയാണേ, അതല്ലാതെ വേറൊരു പ്ലസ്സും അല്ല. 1 × 2 ഈ 1 × ഈ 2 മനസ്സിലായില്ലേ? ഈ 1ഉം ഈ 2 തമ്മിൽ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. ദാറ്റ് ഈസ് 1 × 2 കഴിഞ്ഞിട്ടില്ല. ഡിവൈഡഡ് ബൈ 1ഉം 3ഉം തമ്മിൽ ഇൻറ്റു ചെയ്യുന്നു. 1ഉം 3ഉം തമ്മിൽ ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ 2 × 3 പോരട്ടെ 6 പ്ലസ് ഈ പ്ലസ് കേട്ടോ, ആ പ്ലസ് ആണ്. ഇനി 1 × 2 എത്രയാണ്? അതെ 2 ആണ്. 1 × 3യോ 3 ആണ്. ഇതിനൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്ത് എഴുതിക്കേ. 6 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8/3. 8/3 നമുക്ക് ഇനി വെട്ടിച്ചെറുതാക്കാൻ പറ്റില്ല, സ്റ്റാൻഡർഡൈസ് ഫോമിൽ എഴുതാൻ പറ്റില്ല. ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണ്, കാരണം 8നും 3ക്കും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് വേറെ ഇല്ല. അപ്പം എന്താണ് 8/3? അതെ y ആണ് 8/3 അല്ലേ. അപ്പം എക്സ് എന്താണ് കിട്ടിയിട്ടുണ്ട്, 2/3. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സും വൈയും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എക്സും വൈയും എന്താണെന്നുള്ളത്. എക്സ് എത്രയാണ്? 2/3. വൈ എത്രയാണ്? അതെ ദേ കിടക്കുന്നു 8/3. യെസ്, ഇങ്ങനെയാണ് ഇതിൻ്റെ രീതികളൊക്കെ മുന്നോട്ട് പോവുക. അപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം മക്കളെ 5th ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ സംഗതി നല്ല നൈസുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്രോസ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഇത് മാത്രം നമ്മൾ നോക്കിയാൽ പോരല്ലോ, എങ്ങനെ ചെയ്യാം. A = 1 2 3, B = 2 3 4 ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്നാലും ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഡയറക്റ്റ് പറഞ്ഞാൽ മതി. A × B എന്തായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്? ആൻസർ നിങ്ങൾ പറഞ്ഞാൽ മതി. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എപ്പോഴും ചെയ്യുന്ന പോലെ A എന്നുള്ളതിനെ ഇങ്ങനെ ഒരു പാത്രത്തിനുള്ളിലേക്ക് വെക്കുക. B എന്നുള്ളതിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാത്രത്തിൽ. Bയിൽ ആകെ ഉള്ളത് എത്രയാ? 3ഉം 4ഉം മാത്രമേ ഉള്ളൂ. എന്നിട്ട് തൊട്ട് മുന്നേ എയിലുള്ളത് ABC അല്ല, 1 2 3 ആണല്ലേ. 1 2 3 യെസ്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി അങ്ങോട്ട് ക്രോസ് കളിക്കാം. 1 3 1 4
2 3 2 4 3 3 3 4. അതായത് ഒന്നുകൂടി അതിനകത്തുള്ള ഓർഡർ പേസ് എന്തൊക്കെ വരും? 1 3 1 4 അല്ലേ? അത് കഴിഞ്ഞാൽ 2 3 2 4. അത് കഴിഞ്ഞാൽ 3 3 3 4 കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. കാരണം ഇവിടെ 3 അവിടെ 2. സോ 3 ഇൻറ്റു 2 മൊത്തം 6 എലമെൻറ്റ്സ് എന്ത് ചെയ്താൽ മതി? നമ്മൾക്ക് കിട്ടിയാൽ മതി. അത്രേ ഉള്ളൂ കേട്ടോ. 3 ഇൻറ്റു 2 6 എലമെൻറ്റ്സ് നമ്മൾക്ക് കിട്ടിയാൽ മതി. വേറെ ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കിട്ടാനില്ല കേട്ടോ. അതാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടുത്തത്, ഇത് സംഗതി നല്ലൊരു ക്വസ്റ്റ്യനാണ്. എ ക്രോസ് ബി കണ്ടുപിടിക്കുക. എ എന്ന് പറഞ്ഞാൽ 1 3 ആണ്, ബി എന്ന് പറഞ്ഞാൽ 3 4 ആണ്. എങ്ങനെ? അതെ, നിങ്ങൾക്ക് ഇനിയിപ്പം ഇങ്ങനെ ഞാൻ എഴുതിയ സാധനം ഈ ഗൂജാവ് വരയ്ക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, ഗൂജ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ വെള്ളം നിറയ്ക്കുന്ന പാനി എന്നൊക്കെ മീൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ചെയ്ത് കളയാം. 3 4 അല്ല 1 3. ഇതെങ്ങനെ? 1 3 1 4 എഴുതിക്കോളൂ. എ ക്രോസ് ബി ഈക്വൽ ടു 1 3 1 4. അത് കഴിഞ്ഞു. ഇനി 3 3 3 4. ദാ 3 3. ഇത് കഴിഞ്ഞാൽ 3 4 കഴിഞ്ഞു. ഇവിടെ 2 അവിടെ 2. സോ ടോട്ടൽ 2 ഇൻറ്റു 2. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ആൻഡ് ദാറ്റ് ഓഫ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി. ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 4. ഇതേ കിട്ടിയേക്കുന്ന 4 നമ്പേഴ്സ് 1 2 3 4 കഴിഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള 4 എലമെന്റ്സ് ആണ് എന്ത്? എ ക്രോസ് ബിയിൽ വരിക. എ എന്നുള്ളത് 1 3 ആണ്, ബി എന്ന് പറയുന്നത് 3 4 കൂടി ആണ്. അപ്പം ഇത്ര നേരം പറഞ്ഞത് നമ്മളൊന്ന് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ആൻഡ് ബി. എ ആൻഡ് ബി എന്നുള്ളത് നമുക്ക് എ ക്രോസ് ബി കിട്ടുന്നതിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളൊരു പോയിന്റാണ്. അപ്പോൾ മക്കളെ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് എ ആൻഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് ബി, ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ എത്ര എലമെന്റ്സ് ആണ് നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ, ദാറ്റ് ഈസ് ക്രോസ് പ്രോഡക്റ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ക്രോസ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്താൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതേ സാധനം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. സോ ദിസ് ഈസ് ദ നമ്പർ ഓഫ് എലമെന്റ്സ്. ഈ നമ്പർ ഓഫ് എലമെന്റ്സ് എന്നുള്ള സാധനം ഇതിനൊക്കെ എന്ത് ചെയ്യും? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഒരു സാധനം ഞാൻ പറയുകയാണെ, സെറ്റ് എ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് എ ഇസ് ഈക്വൽ ടു 4. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് ബി ഇസ് ഈക്വൽ ടു 3. So what will be the number of elements in A cross B, and number of elements in B cross A, and number of elements in A cross A, and number of elements in B cross B. ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, ഇത് നിങ്ങൾ പറയേണ്ടതാണ്. A cross B, അതുപോലെ B cross A cross A and B cross B. ഇതിനകത്തൊക്കെ എത്ര എലമെന്റ്സ് ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ മക്കളെ ഒന്ന് പറഞ്ഞേ. എ ക്രോസ് ബി നമുക്കറിയാം, എയിൽ 4 എലമെന്റ്സ്, ബിയിൽ 3 എലമെന്റ്സ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ. ഇത് ഇങ്ങനെ തന്നെ എഴുതണേ, ഇതാണ് അതിന്റെ ഇക്വേഷൻസ്. ഓക്കെ, സോ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി. The number of elements in A is given as 4, and that is the number of elements in B is given as 3, which means that 4 into 3 ഇത് 12 അല്ലേ? 12 അല്ലേ? 12 തോന്നുന്നില്ലേ? യെസ്, 12. അപ്പം എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 4 into 3 12. But that of number of elements in B cross A, അത് സാധാരണ number of elements in B into നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എന്ന് പറയുമ്പോൾ ബിയിൽ 3 എലമെന്റ്, എയിൽ 4 എലമെന്റ്. പക്ഷേ ടോട്ടൽ ആൻസർ 12 തന്നെ. ഇവിടെ കിട്ടിയത് തന്നെ എന്ത് ചെയ്യുന്നേ? ഇവിടെ കിട്ടുന്നേ എ ക്രോസ് ബിയും ബി ക്രോസ് എയും സെയിം ആവണം എന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ അതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്തായിരിക്കും? ക്രോസ് പ്രൊഡക്റ്റിൽ സെയിം ആയിരിക്കാം. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യാം? നമ്മൾ ഇത് രണ്ടുമാണ് ഇപ്പം കണ്ടത്. ഇനി എന്താണ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് എ? ദാറ്റ് ഈസ്
നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് എ അതെന്ത് ചെയ്യുക, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് എ ആൻഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി ക്രോസ് ബി. എ ക്രോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം 4, ബിയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം 9. അപ്പം എത്രയായിരിക്കും അതിന്റെ ടോട്ടൽ എലമെന്റ്സ് വരിക? എ ക്രോസ് എയിലും ബി ക്രോസ് ബിയിലും എത്ര എലമെന്റ്സ് വരും എന്നുള്ളത് മക്കളെ നിങ്ങൾ തന്നെ വളരെ കൃത്യമായി എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് തരുന്നൊരു ഹോംവർക്ക് ആണ്. കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങൾ കയ്യിലുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത്, അതിനെ ക്ലിയർ ചെയ്യുക. ഓക്കെ, സോ എന്തെങ്കിലും സംശയങ്ങൾ ഇനിയും നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ മറക്കരുത്. പഠിക്കുക, ഓരോ കോൺസെപ്റ്റുകളും മനസ്സിരുത്ത് തന്നെ എന്ത് ചെയ്യണം, കൃത്യമായി പഠിക്കണം. അപ്പൊ നമ്മൾ എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, അതിന്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണ്, അതിൽ 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വളരെ ഭംഗിയിൽ എല്ലാവരും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, കൂടുതൽ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.